കേരളത്തിന് അഭിമാനമായി മൂന്നാം വന്ദേ ഭാരത്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന സർക്കാർ ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചാൽ കൂടുതൽ വികസനം സാധ്യമാകുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഈ വാർത്തയോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ. फिरोजपुर से दिल्ली और लखनऊ से सहारन वंदे भारत. കേരളത്തിന്റെ വികസന പാതയിലേക്ക് ചൂളം വിളിച്ചു മൂന്നാം വന്ദേ ഭാരത്. വാരണാസിയിൽ നടന്ന ചടങ്ങിൽ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് അടക്കം 4 വന്ദേ ഭാരത് സർവീസുകളാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത്. എറണാകുളം സൗത്ത് ജംഗ്ഷനിൽ നടന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. വന്ദേ ഭാരത് യാത്രാശീലങ്ങൾക്ക് ഗുണകരമായ മാറ്റം വരുത്തിയെന്നും കുറച്ചു വർഷങ്ങൾക്കകം ഭാരതം വികസിത രാജ്യമാകുമെന്നും ഗവർണർ. വന്ദേ ഭാരത് ഹാസ് given a different meaning to transportation, particularly railways routes, railway transportation. Now nobody will tell us that we are a underdeveloped country. Nobody will call us we are a developing country. After few years we will be a developed country, vikasit country. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ സന്നിഹിതരായിരുന്നു. കാശ്മീർ വരെ വന്ദേ ഭാരത് എത്തിച്ചെങ്കിൽ അത് വിപ്ലവാത്മകമായ മാറ്റമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വന്ദേ ഭാരത് എന്നത് നമുക്കൊന്ന് സമപ്പ് ചെയ്ത് പറയാവുന്നത് റെവല്യൂഷൻ ഓൺ റെയിൽസ്. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ ആകമാനം കശ്മീർ വരെയും നമുക്കിത് എത്തിക്കുവാൻ സാധിച്ചെങ്കിൽ അത് വിപ്ലവാത്മകമായ ഒരു വലിയ നീക്കം തന്നെയാണ്. കേരളത്തിന്റെ വികസന മുരടിപ്പിന് പിന്നിൽ ഇച്ഛാശക്തിയില്ലായ്മയാണെന്നും സ്ഥലമേറ്റെടുപ്പ് സംസ്ഥാന സർക്കാർ നിർവഹിച്ചാൽ കേന്ദ്രം പദ്ധതികൾ പ്രാവർത്തികമാക്കുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ആലപ്പുഴ കൂടിയുള്ള പാത ഇരട്ടിപ്പിക്കുന്നതിൽ, സ്ഥലമെടുത്തു കൊടുക്കുന്നതിൽ വളരെ പരാജയമാണ്. അത് അതിവേഗം തീർത്തില്ല എങ്കിൽ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ സ്പീഡ്, അതിനനുസരിച്ച് കേരളത്തിലെ സർക്കാർ മാറണം, സംവിധാനങ്ങൾ മാറണം. ഇപ്പോൾ ആലപ്പുഴ വഴിയുള്ള ആ ഇരട്ടിപ്പിക്കൽ പൂർത്തിയാണ്. കോട്ടയം വഴിയുള്ളത് പൂർത്തിയായി. ഓ രാജഗോപാൽ മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയതാണ് ഇരട്ടിപ്പിക്കൽ രണ്ടും. അത് പൂർത്തിയാക്കിയത്, കോട്ടയം വഴിയുള്ളത് പൂർത്തിയാക്കിയത് വീണ്ടും നരേന്ദ്രമോദിജിയുടെ സർക്കാർ, അടൽജിയുടെ തുടങ്ങി മോഡിയുടെ സർക്കാരിലാണത് പൂർത്തിയാക്കിയത്. ഇനി ആലപ്പുഴ വഴിയുള്ളത് ഈ സ്ഥലം എടുത്തു കൊടുക്കാൻ മടിക്കുന്നത് കൊണ്ടുള്ള ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ സമ്മാനത്തിന് ദേശഭക്തി ഗാനം പാടി വിദ്യാർത്ഥികൾ വരവേറ്റു. എളമക്കര സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വന്ദേ ഭാരത് യാത്രയ്ക്കിടെ ഗണഗീതമായ പരമപവിത്രമദാമി മണ്ണിൽ ആലപിച്ചത്. IT മേഖലയിലടക്കം ഒട്ടേറെ മലയാളികൾ ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ബംഗളൂരുവിലേക്ക് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്നത് കേരളത്തിന്റെ പ്രധാന ആവശ്യമായിരുന്നു. പുതിയ വന്ദേ ഭാരത് സർവീസോടെ 600-ലേറെ സീറ്റുകൾ കൂടിയാണ് ബംഗളൂരു യാത്രക്കാർക്ക് അധികമായി ലഭിക്കുന്നത്. ഉത്സവ സീസണുകളിലെയും അവധി ദിവസങ്ങളിലെയും തിരക്കും ഉയർന്ന യാത്രാക്കൂലിയും ഇതോടെ നിയന്ത്രിക്കാനാകും. ബംഗളൂരുവിൽ നിന്ന് എറണാകുളം വരെ 630 കിലോമീറ്റർ ദൂരം 8 മണിക്കൂർ 40 മിനിറ്റിൽ പിന്നിടാനാകും. 9 സ്റ്റോപ്പുകളാണ് ഉള്ളത്. ബുധൻ ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ്. മൂന്നാം വന്ദേ ഭാരത് കേരളത്തിലൂടെ ഓടിത്തുടങ്ങി. ഇനിയും വരാനിരിക്കുന്നു കൂടുതൽ വന്ദേ ഭാരതുകൾ, അമൃത് സ്റ്റേഷനുകൾ. സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ കൂടുതൽ ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചാൽ ഇനിയും വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. കൊച്ചിയിൽ നിന്ന് മിഥുനയ്യപ്പൻ, ജനം.